ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ഒമിനിയാണ് വണ്ടി. അപ്പോൾ ഇത് സ്റ്റാർട്ടിംഗ് ട്രബിൾ ആയിട്ട് കസ്റ്റമർ ടോ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് പെട്രോളും വരുന്നില്ല, അതുപോലെ തന്നെ കറണ്ടും വരുന്നില്ല. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇഗ്നിഷൻ കോയിലിൽ അവിടെ നിന്ന് ഒരു സ്പാർക്ക് അടിക്കുന്നുണ്ട്, പിന്നെ കറണ്ട് വരുന്നില്ല. നമ്മൾ ഫ്യൂൽ ചെക്ക് ചെയ്യാൻ നോക്കിയ സമയത്ത് ഫ്യൂലും വരുന്നില്ല. അപ്പൊ മെയിൻ കാരണം, അതായത് ഫ്യൂൽ ലൈൻ ബ്ലോക്ക് ആയിട്ട് പെട്രോൾ വരാണ്ട് കുറേ നേരം അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ കണ്ടൻസർ പോയതാണ് കറണ്ട് വരാതിരിക്കാനുള്ള കാരണം. അതുപോലെ തന്നെ പെട്രോൾ വരാതിരിക്കാനുള്ള കാരണം നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇതിന്റെ കറണ്ട് ഭാഗങ്ങളെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പെട്രോൾ വരാത്തതിന് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ഇതിന്റെ ഫിൽറ്റർ നമ്മൾ അഴിച്ചു. ഓൾറെഡി ഇവിടെ വരെ പെട്രോൾ വന്ന് കിടപ്പുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കുറച്ച് കൊട്ടി കളഞ്ഞതാണ്. അപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫിൽറ്റർ ഡ്രൈവ് ഒക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ പെട്രോളിന്റെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇങ്ങോട്ടൊന്ന് കൊട്ടി ഇടാം. നമ്മൾ ഈ പെട്രോൾ വീഴുമ്പോൾ നോക്കിക്കോണം, ഫുള്ള് തുരുമ്പാണ്. അതായത് ടാങ്കിൽ തുരുമ്പ് പിടിച്ചിട്ട് ഫുള്ള് ഇതിനകത്ത് കിലുങ്ങുന്നത്, നമുക്ക് നല്ല രീതിയിൽ കിലുങ്ങുന്നത്. ഫുള്ള്, അതായത് ഈ കിലുങ്ങുന്ന സൗണ്ട് നമുക്ക് നല്ല രീതിയിൽ കേൾക്കാം. ഇതിനകത്ത് ഈ പെട്രോൾ ഫിൽറ്റർ കട്ട് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് നോക്കിയാലേ മനസ്സിലാവും. ഇതിനകത്ത് ഇവിടെ തുരുമ്പ് കിടപ്പുണ്ട്. ഇത് ഫുള്ള് തുരുമ്പാണ്. ഇതിനകത്ത് നമ്മൾ ഷേക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ മണ്ണാണ് ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മൊത്തം തുരുമ്പായി. പിന്നെ എങ്ങനെ ഈ ഫിൽറ്റർ ഫുള്ള് ബ്ലോക്ക് ആയിട്ടിരിക്കുന്നത്, പിന്നെ എങ്ങനെയാണ് പെട്രോൾ കറക്റ്റ് ആയിട്ട് കയറി വരുന്നത്? അപ്പോൾ ഈ ഓടാതെ കിടക്കുന്ന വണ്ടികളൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഇടവേളകളിൽ, അതായത് ഒരു 20,000 കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് ഫിൽറ്റർ കറക്റ്റ് ആയിട്ട് മാറ്റി വിടുക. അതുപോലെ തന്നെ ഈ ഫിൽറ്ററിനകത്ത് ഇതേപോലെ കരി ഉണ്ടെങ്കിൽ, ഇതേപോലെ, അതായത് തുരുമ്പാണ്, അതായത് ടാങ്ക് തുരുമ്പ് പിടിച്ച തുരുമ്പാണ് ഈ കാണുന്നത്. നോക്കിയാലേ മനസ്സിലാവും, ഫുള്ള് തുരുമ്പാണ്. അത് കുറെ എന്റെ കയ്യിൽ ഞാൻ കൊട്ടി കളഞ്ഞതാണ്. എന്നിട്ടും ഇതേപോലുള്ള തുരുമ്പ് വരികയാണ്. അപ്പോൾ ഇതിന്റെ ടാങ്കിന്റെ അവസ്ഥ ഫുള്ളായിട്ട് തുരുമ്പായിരിക്കും. അതുപോലെ ടാങ്ക് നമുക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ അപ്പൊ ഇതിന്റെ കാർബറേറ്ററിന്റെ അവസ്ഥ എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ കാർബറേറ്റർ ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഫ്യൂൽ ലൈനുകളെല്ലാം നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഇതിനകത്ത് അഴുക്കായിരിക്കും. ഇത് കിലുക്കുന്ന സമയത്ത് ഈ ഫിൽറ്ററിനകത്ത് കിലുങ്ങുന്നത് നമുക്ക് കാണാനായിട്ട്, ഇത് നല്ല രീതിയിൽ കിലുക്കുമ്പോൾ ഇതിനകത്ത് ആ സൗണ്ട് കേൾക്കുന്നത് മൊത്തം തുരുമ്പ് പിടിച്ച് ഇതിനകത്ത് കാണാൻ പറ്റും. ഈ സൈഡിൽ മൊത്തം തുരുമ്പ് ഇരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് പെട്രോൾ കയറി വരുന്നത്? അപ്പൊ ഇതിന്റെ കാർബറേറ്ററിന്റെ അവസ്ഥ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് രണ്ട് പ്രശ്നങ്ങളായിരുന്നു ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നത്. കറണ്ട് വരുന്നില്ലായിരുന്നു. കറണ്ട് വരാത്തതിന്റെ കാരണം വണ്ടി സ്റ്റാർട്ട് ആവാതെ, പെട്രോൾ കിട്ടാണ്ട് സ്റ്റാർട്ട് ആവാതെ കുറേ അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ കണ്ടൻസർ ചൂടായിട്ട് കണ്ടൻസർ ഡാമേജ് ആയിട്ട് ഒറ്റ സ്പാർക്ക് മാത്രം നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ കോയിലിനകത്ത് നിന്ന് വരുന്നുണ്ട്. മീൻസ് ഇതിന്റെ കണ്ടൻസർ പോയതായിരുന്നു. ആ കറണ്ട് ഭാഗങ്ങളെല്ലാം നമ്മളിപ്പോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ സ്പാർക്കും കാര്യങ്ങളൊക്കെയാണ്. പെട്രോളിന്റെ ഭാഗം ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോഴാണ് പെട്രോൾ പൂർണ്ണമായിട്ട് വരുന്നില്ല. നമ്മൾ വാവുകൊണ്ട് വലിച്ചു നോക്കിയപ്പോൾ കലങ്ങിയ പെട്രോൾ പോലെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫിൽറ്റർ അഴിച്ച് നോക്കുമ്പോൾ ഈ ഫിൽറ്റർ ഫുള്ളായിട്ട് ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇനി നമുക്ക് ഇതിന്റെ ഫ്യൂൽ ഫിൽറ്റർ മാറണം, ഫ്യൂൽ ലൈനും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ടാങ്ക് ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ കാർബറേറ്ററും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്.